ഈ മാസം 25-ന് സീൽ ചെയ്ത ശബരിമല സ്വർണ്ണപീഠം വീട്ടിൽ കൊണ്ടുവന്നത് സഹോദരനാണെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരി മിനി ദേവി ഷീൽഡാണെന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാറുണ്ട്, എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നുവെന്ന് മിനി ദേവി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ പലതും കൊണ്ടുവരാറുണ്ടെന്ന് മിനിയുടെ ഭർത്താവ് ഈശ്വരൻ പോറ്റിയും പ്രതികരിച്ചു. RB സനൂപ് വിവരങ്ങളുമായി. സനൂപ്, എന്താണ് ഇവർ പറയുന്നത്? നിഷാദ്, ശബരിമലയിലെ പീഠവിവാദത്തിൽ ഇപ്പോഴും ദുരൂഹത അവസാനിക്കുന്നില്ല. ഇന്നലെയാണ് ഈ പീഠം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. മിനിങ്ങാന്നായിരുന്നു തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തുന്നത്. ഇത് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തത്. ഇപ്പോൾ അതിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയായിട്ടുള്ള മിനി ദേവി. കഴിഞ്ഞ ഈ മാസം 25-നാണ് ഈ പീഠം അവിടെ എത്തിക്കുന്നത്. പക്ഷെ അത് പീഠം ആണ് എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു സീൽ ചെയ്ത കവറിലാണ് ഇത് അവിടെ എത്തിച്ചത്. ഷീൽഡ് എന്ന് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തങ്ങളോട് പറഞ്ഞ് എന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ മിനി ദേവി വരുന്നത്. അതിനുശേഷമാണ് വിജിലൻസിലെ 2 ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നൽകിയിട്ടുള്ള ആ സാധനം മിനി ദേവിയുടെ പ്രതികരണം കാണാം. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു, ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള്, പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വയ്ക്കും, വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്. കഴിഞ്ഞ 25-ാം തീയതി വെളുപ്പിനെയാണ് ഒരു ചാക്കില് ഒരു സീൽ ചെയ്ത കവറിൽ ഇതിവിടെ കൊണ്ടുവയ്ക്കുന്നത്. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അതിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസ് ആണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. ശരി, RB സനൂപ് വിവരങ്ങളുമായി. സനൂപ്, എന്തിലേക്കാണ് ഈ പ്രതികരണങ്ങൾ വഴി തുറക്കുന്നത്? ഈ 2 പേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരമായിട്ട് ശബരിമലയിലേക്ക് വസ്തുവകകൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അതിൽ തന്നെ ഈ സഹോദരിയായിട്ടുള്ള വിനി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് ഒരിക്കലും സ്പോൺസർ ചെയ്യാറില്ല, മറ്റുള്ളവരുടെ സാധനങ്ങൾ കൂടി വാങ്ങി എത്തിക്കുന്ന ഒരു രീതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആ പീഠം അത് പീഠമായിരുന്നു എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു ഷീൽഡ് എന്ന് മാത്രമാണ് പറഞ്ഞത്. സീൽ ചെയ്ത കവറിലാണ് അവിടെ എത്തിച്ചത്. അതിനുശേഷമാണ് ഈ 2 ഉദ്യോഗസ്ഥർ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വസ്തു തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥരാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുകയും ചെയ്തത്. അല്ലാതെ തങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഇതിനു മുമ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ വസ്തുവകകൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്ന് നേരെ ശബരിമലയിലേക്കും മറ്റും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ കൊണ്ടുവന്ന ഒരു സാധനം മാത്രമെന്നാണ് തങ്ങൾ വിചാരിച്ചിരുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. മുമ്പ് 2019-ലാണ് ഇത്തരത്തിലൊരു പീഠം നിർമ്മിച്ച് ശബരിമലയിൽ നൽകുന്നത്. പക്ഷേ അത് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2021-ലാണ് അത് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ഇത് കൊടുത്തയച്ച വിട്ട ആൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരാളുടെ കൈവശമാണ് കൊടുത്തുവിട്ടത്. അതൊരു വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൈവശമാണ് കൊടുത്തുവിട്ടത്. ആ വ്യക്തി അത് തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ അത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ, ഈ കൊണ്ടുവന്ന വാസുദേവന് മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ അത് വിൽക്കുമായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു കൈപ്പിഴയായിട്ട് മാത്രം കണക്കാക്കൽ മതി എന്നുള്ള ഒരു വിശദീകരണം ഈ 2 പേരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും വിജിലൻസ് ഇതിൽ കാര്യമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി തീർച്ചയായിട്ടും ഈ പീഠം കാണാതെ പോയ സംഭവത്തിലും ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാവും. നേരത്തെ ഈ 30-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ദേവസ്വം വിജിലൻസ് SP-യോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് വിജിലൻസ് SP ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും.